ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. യോസേഫിനുണ്ടായ വെളിപാടിൻ്റെ ഞായറാഴ്ചയാണ് ഇന്ന്. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ എവങ്കലിയൻ ഭാഗം വിശുദ്ധനായ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. യേശുതമ്പുരാൻ്റെ മനുഷ്യാവതാര സംഭവങ്ങളിലെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെയാണ് നമ്മൾ ഈ വേദഭാഗങ്ങളിൽ കൂടി പരിചയപ്പെടുന്നത്. ഇന്ന് യോസഫിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ ആസ്പദമാക്കി യേശുതമ്പുരാൻ്റെ ജനനത്തെ വിവരിക്കുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിച്ചു കേൾക്കുന്നത്. ഇവിടെ വിവരിക്കുന്ന സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. യോസഫുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടിരുന്ന കന്യക മറിയാമിന് പരിശുദ്ധാത്മാവിനാൽ ഗർഭമുണ്ടായി എന്ന് യോസഫ് അറിയുന്നത് യോസഫിൻ്റെ ജീവിതത്തിലെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന അനുഭവമായി ഇവിടെ ചിത്രീകരിക്കുന്നു. ഉറക്കം ഉണർന്ന യോസഫ് ദൂതൻ്റെ ആജ്ഞയനുസരിച്ച് പരിശുദ്ധ കന്യക മറിയാമിനെ ചേർത്തുകൊള്ളുവാൻ തീരുമാനിക്കുന്ന ഈ വേദഭാഗത്ത് നീതിനിഷ്ഠനായ ജോസഫിനെയും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ എങ്ങനെ തീരുമാനമെടുക്കണമെന്നും ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് വിധേയമായി ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്നും നമുക്ക് ചില പാഠങ്ങൾ നൽകുകയാണ്. ധർമ്മിഷ്ഠനും നീതിനിഷ്ഠനുമായ ജോസഫ് തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾക്ക് ദൈവത്തോട് ബന്ധപ്പെട്ട് ദൈവസന്നിധിയിൽ നിന്നും അരുളപ്പാടുകൾക്ക് വിധേയമായി ആ അരുളപ്പാടുകൾക്കനുസരിച്ച് തൻ്റെ വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്ന നിലപാടുകളിൽ മാറ്റമില്ലാത്ത ആധ്യാത്മികമായ ശോധനകളിൽ കൂടി ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിക്കുന്ന, തനിക്ക് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന കന്യകയായ മറിയം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ആ ഒരു പരിപൂർണമായ ബോധ്യത്താൽ അവളെ ചേർത്തുകൊള്ളുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിത പ്രതിസന്ധികളിൽ നട്ടം തിരിയുമ്പോൾ ദൈവിക അരുളപ്പാടുകൾക്ക് വേണ്ടി നാം കാതോർക്കാറുണ്ട്. ദൈവിക അരുളപ്പാടുകൾ നമുക്ക് ലഭ്യമാകുന്നത് പല രീതിയിലുള്ള മാധ്യമങ്ങളിൽ കൂടിയായിരിക്കാം. ഒരുപക്ഷെ വ്യക്തികളിൽ കൂടിയായിരിക്കാം, ഒരുപക്ഷെ രോഗാതുരമായ അനുഭവങ്ങളിൽ കൂടിയായിരിക്കാം. ഈ രോഗാതുരമായ അനുഭവങ്ങളും വ്യക്തിഗതമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും എല്ലാം കൂടിച്ചേർത്ത് നാം നോക്കുമ്പോൾ ദൈവിക അരുളപ്പാടുകൾക്ക് എത്രമാത്രം പ്രാധാന്യം നമ്മൾ നൽകുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ്. ദൈവിക അരുളപ്പാടുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ രൂപാന്തരീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ജീവിതം എങ്ങനെയുള്ളതായിത്തീരും? മധുരകരവും അനുഗ്രഹപ്രദവുമായി തീരും. കാലം ചെയ്ത ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതുന്നുണ്ട്, നിങ്ങൾ ഇരുട്ടിനെ അഭിമുഖീകരിക്കൂ, നിങ്ങൾ കണ്ടുമുട്ടുന്നത് പ്രകാശത്തെയായിരിക്കും. ജീവിത പ്രതിസന്ധികളിൽ നിങ്ങൾ തളർന്നു പോകാതെ ഇരുട്ടിൻ്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ദൈവം വെളിച്ചത്തിൻ്റെ അനുഭവങ്ങളാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്തും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇരുട്ടിനെ അഭിമുഖീകരിക്കുവാൻ വലിയ ബുദ്ധിമുട്ടുകളാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ അനുഭവമാണ്. ഒരു പുരുഷനും തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുവാനും ആഗ്രഹിക്കുവാനും സാധിക്കാത്ത രീതിയിൽ ജോസഫ് വളരെ വിഷമസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിൽ ദൈവസന്നിധിയിൽ നിന്നും അരുളപ്പാടുകൾക്ക് വിധേയമായി തൻ്റെ വ്യക്തിത്വത്തെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്തുന്ന
സാമൂഹികമായ തൻ്റെ ചുറ്റുപാടുകളിൽ നിന്നും ഒക്കെ അകന്ന് മറ്റുള്ളവർ തന്നെ പരിഹസിക്കും എന്നുള്ള ആ ഒരു ചിന്താഗതിയെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു പരിശുദ്ധനായ യോസഫ് പിതാവ്. ഈ യോസഫ് നമ്മുടെ ജീവിതത്തിന് ഒരു മാതൃകയാകണം. നമ്മൾ പലപ്പോഴും നിലപാടുകൾ മാറ്റുന്നവരാണ്, വാക്കുകൾ പറഞ്ഞാൽ അത് മാറ്റുവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നിലപാടുകളിൽ ഉറയ്ക്കണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവരായി നാം രൂപാന്തരപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അകത്തെ മനുഷ്യൻ ബലപ്പെടുകയുള്ളൂ എന്ന് നാം ഓർക്കണം. അതുവരെ ചാഞ്ചല്യത്തിൻ്റെയും ചാഞ്ചാട്ടത്തിൻ്റെയും അനുഭവമായിരിക്കും. ലോകം നമ്മെ കല്ലെറിയുമ്പോൾ, ലോകത്തിന് മുന്നിൽ നമ്മുടെ തല താഴ്ന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള പരിപൂർണമായ ബോധ്യത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് ക്രിസ്ത്യാനി തൻ്റെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി, അവൻ്റെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മഹത്വപ്പെടുത്തുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു അനുഭവമാണ് ജോസഫ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. പിന്നീടുള്ള അവൻ്റെ ജീവിതയാത്രയിൽ മനുഷ്യാവതാരം ചെയ്ത ദൈവത്തെ വഹിക്കുന്ന കന്യകമറിയാമിൻ്റെ ജീവിത അനുഭവങ്ങളിൽ കൂടി ഇവൻ പങ്കുചേരുമ്പോൾ ആദിയോടന്തം ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അനുഭവമാണ്. യേശുക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ചിരിക്കുന്ന മറിയമ്മന് സന്തോഷത്തിൻ്റെ അനുഭവമല്ല, പിന്നെ എന്താണ്? ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവമാണ്. ക്രിസ്തുവിനെ വഹിക്കുന്നവർക്കും ഈ ഒരു അനുഭവമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ക്രിസ്തു സ്വഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടേണ്ടതായ ചില സാഹചര്യങ്ങളുണ്ടാകും. രോഗാതുരമായ അനുഭവത്തിൽ നാം ജീവിക്കുമ്പോൾ വേദന കൊണ്ടും അസഹ്യമായ പല പരീക്ഷണങ്ങൾ കൊണ്ടും നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി തളർന്നു പോകുന്ന സന്ദർഭങ്ങളുണ്ടാകാം. എന്നാൽ ഇതെല്ലാം ദൈവം എനിക്ക് നൽകുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിന് ആണെന്നുള്ള പരിപൂർണമായ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിന് ശക്തി പകരേണ്ടത്. ഈ ശക്തി എവിടെ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് കണ്ണുനീരോടുകൂടി നമ്മെ തന്നെ സമർപ്പിച്ച് നാം പ്രാപിക്കേണ്ട രൂപാന്തരത്തിൻ്റെ അനുഭവമാണ്. പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതമെല്ലാം അങ്ങനെയുള്ളതായിരുന്നു. പരിശുദ്ധനായ പരിമലത്തിൻ്റെ സന്നിധിയിൽ വിവിധ ആവശ്യങ്ങളുമായി നാം കടന്നു വരുമ്പോൾ ഈ പിതാവ് നമുക്ക് മാതൃകയാക്കി വെച്ചേച്ചു പോയിരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവങ്ങൾ പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും വേദനയുടെയും അനുഭവമാണ്. ഈ പിതാവിൻ്റെ മധ്യസ്ഥതയിലാണ് നാം അഭയപ്പെടുന്നത്. ഈ അഭയപ്പെടുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അസഹ്യമായ അനുഭവങ്ങളെ, നമ്മുടെ ജീവിതത്തിലുണ്ടായിപ്പോയ ചില കുറവുകളെ, കുറ്റങ്ങളെ, ബലഹീനതകളെ അത് ഇവിടെ താഴ്ത്തി സമർപ്പിച്ച് ആ പിതാവിൽ നിന്നും മധ്യസ്ഥത യാചിച്ച് ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു രൂപാന്തരീകരണത്തിൻ്റെ അനുഭവമാണ് എക്കാലത്തും പ്രസക്തമായിട്ടുള്ളത്. അതാണ് യോസഫ് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃക. ദൈവസന്നിധിയിൽ നിന്നും നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ആരെയും ഒറ്റപ്പെടുത്തുവാനും പഴിചാരുവാനും സംശയിക്കുവാനും നമുക്ക് അവകാശമില്ല. എല്ലാത്തിൻ്റെയും കാരണങ്ങൾ അന്വേഷിക്കുവാനും ആ കാരണങ്ങൾക്ക് വിധേയമായി ദൈവത്തോട് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുവാനും സാധിക്കുമ്പോൾ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും സഭാജീവിതവും ഒരുപോലെ അനുഗ്രഹപ്രദമായി തീരും എന്ന് ഈ ഞായറാഴ്ച വിശുദ്ധ മത്തായി ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിന് ഒരു പാഠമായി തീരട്ടെ എന്ന് ആധ്യാത്മികമായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാണ്.